ശ്രീ പ്രശാന്ത്, ഈ പാകിസ്ഥാൻ്റെ സൈനിക വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്വകാര്യ ഏജൻസി വഴി ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് ഒരു അധികം വിദൂരമല്ലാതെ ഒരു ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? പാകിസ്ഥാനിലെ ഈ തിങ്ക് ടാങ്കുകൾ എന്ന് പറയും, എന്ന് വെച്ചാൽ ഈ സൈനിക ഒരു പട്ടാളവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഏജൻസികളാണ്. അവർ പറയുന്നത് 60% സാധ്യത 12 മുതൽ 24 മാസത്തിനകത്ത് ഇന്ത്യ പാക് യുദ്ധം ഉണ്ടാകും എന്നുള്ളതാണ്. അതിനകത്ത് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിനോട് കാരണം ഒരുപക്ഷെ ഈ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ്, മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒരു യുദ്ധത്തിനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് ഇപ്പോൾ സാറ് ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഇത് പരിശോധിക്കുമ്പോൾ പാകിസ്ഥാന് വെള്ളം കൊടുക്കാത്തത് ശരിയാണോ? സിന്ധു നദീജല കരാർ ഇങ്ങനെ ചെയ്യാമോ? അതൊക്കെ മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യം അല്ലല്ലോ. അത് അന്നേരം നമ്മൾ പറയും അതിനകത്ത് അവൻ കാണിക്കുന്ന ഇങ്ങോട്ട് ഈ ഭീകരവാദമൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അത് ചെറുതായിട്ടാണ് പറയുന്നത്. എന്നാലും വെള്ളം കൊടുക്കാതിരിക്കുന്നത് ശരിയാണ്. ഇന്ത്യ അങ്ങനെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? നെഹ്റുവിൻ്റെ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഒരു കാര്യം സാധ്യമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നീങ്ങുന്നതിന് വേണ്ടി നമ്മൾ പറയുന്നത് ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് സാറേ ഇതുമാതിരിയുള്ള പ്രചരണം ഇന്ത്യക്കകത്ത് നടത്തുന്നത്. ഇത് വളരെ സൈലന്റ് ആയിട്ട് നടത്തുന്നു, വൃത്തിയായിട്ട് നടത്തുന്നു, കൃത്യമായിട്ട് നടത്തുന്നു, ആൾക്കാർക്ക് അറിയാൻ വയ്യാത്ത രീതിയിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ അറിയത്തില്ല, ഈ സാറ് ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഈ മീഡിയ വൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു ചാനലുണ്ട്. അത് വൈകിട്ട് മൊത്തം ഇരുന്ന് ഇന്ത്യക്കെതിരെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുത്വത്തിനെതിരെയും ഇവിടുത്തെ പല സിസ്റ്റത്തിനെതിരെയും പറയുകയും ലോകം മൊത്തവും അത് അതിൻ്റെ ജമാഅത്ത് ഇസ്ലാം ഇവൻ്റെ പറയുന്നത് ലോകം മൊത്തവും മുസ്ലിം രാഷ്ട്രമാകണമെന്നുള്ള തത്വത്തിനനുസരിച്ച് നിൽക്കുന്നതാണ്. അത് മറ്റൊന്നും ഉണ്ടാവും. അപ്പം അവർ പറയുന്ന കാര്യങ്ങൾ സാറ് കേട്ട് കഴിഞ്ഞാൽ സാറ് കുട്ടിയിരുന്ന് കേട്ട് പറഞ്ഞാൽ ഇത് ന്യായമല്ലേ എന്ന് പറയും. ഇവൻ ഭീകരവാദം നമ്മൾ പറയത്തില്ലേ, പഞ്ചസാരയിൽ ആട്ടുംകാട്ടം കൊടുക്കുക അല്ലെങ്കിൽ പട്ടിക്കാട്ടം കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പണിയായിരുന്നേ. ഇത് തന്നെ ഇപ്പം ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇതിന് സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പം അവിടുത്തെ കർഷകർ പ്രശ്നത്തില്ല, കഴിഞ്ഞ പ്രാവശ്യം തന്നെ കർഷകർ പ്രശ്നത്തില്ല, ഇപ്പം തന്നെ വീണ്ടും വളർച്ച വരികയും അല്ലെങ്കിൽ കൃഷിയുടെ സമയത്ത് ഉണ്ടാകുന്ന ഒരു സമയത്ത് 85% കർഷകർക്കും വെള്ളം കിട്ടുന്നത് ഇവിടെ നിന്നാണ്, നമ്മുടെ ഈ സിന്ധു നദീജല ട്രീറ്റിയാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ തടഞ്ഞപ്പം അവിടെ കൃഷിക്കകത്തുള്ള വലിയ നാശമുണ്ടായി. അവിടുത്തെ ആന്തരികമായിട്ട് ഈ സിന്ധു അല്ലെങ്കിൽ സിന്ധ് പ്രവിശ്യയിലൊക്കെ നേരത്തെ ഈ പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ മകളെയൊക്കെ ഓടിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിച്ചറിയാമല്ലോ, അവിടെ ഒരു കനാൽ പണി അല്ലെ കുടങ്ങാണ്ട് വന്നപ്പോൾ അവർ സമരം ചെയ്യുമായിരുന്നു, ഇറങ്ങി ഓടിയത് വണ്ടി. അവർ MP പാക് പ്രസിഡന്റിന്റെ മോളും. അപ്പം അതേ രീതിയിലൊക്കെയുള്ള സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ ജലത്തിന്റെ വിഷയത്തിനകത്ത് നമ്മളിപ്പോൾ കോംപ്രമൈസ് ഒന്നുമില്ല. കാരണം നമുക്ക് ഈ ജലം അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാമല്ലോ, സാറിന് അറിയാം, രാജസ്ഥാൻ മരുഭൂമിയിലെ വിഷയം, പഞ്ചാബിലെ വിഷയം, ഡൽഹിയിലെ വിഷയം, ഈ വെള്ളം അവിടോട്ട് തിരിച്ചു വിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നമുക്ക് വെള്ളം കിട്ടും. ആ സമയത്താണ് ഈ നദീജല കരാറിൻ്റെ വിഷയത്തിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ പഹൽഗാം വന്ന് നമ്മൾ ആ വെള്ളം നിർത്തിയത്. ഇപ്പം നമ്മൾ ഈ വെള്ളം ഇവിടെ നിന്ന് ഡൽഹി വരെ എത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, പഞ്ചാബിൽ എത്തിക്കുന്നുണ്ട്, രാജസ്ഥാൻ മരുഭൂമിയിൽ എത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈ മൂപ്പിലാൻ 2014 പ്ലാൻ ചെയ്തത്. കാരണം എന്നാലും ഇതുമാതിരി വിഷയം വരും, അന്നേരം പാകിസ്ഥാനാണല്ലോ, പാകിസ്ഥാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അവന് യുദ്ധം ചെയ്യാൻ വരും. അപ്പോൾ പുള്ളികൾ കനാലും ഒക്കെ വെട്ടി വൃത്തിയായിട്ടുണ്ട്. അപ്പം ഇത് വളരെ കൃത്യമായിട്ട് 2000 ഇപ്പം 28 ആകുമ്പോഴത്തേന് ഒരു തുള്ളി വെള്ളം കൊടുക്കത്തില്ലെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ജലസേന വകുപ്പ് മന്ത്രി പറയുകയും ചെയ്തു. അപ്പം ഇതിൻ്റെ പേരിലാണ് ഇവരിപ്പം മധ്യസ്ഥയ്ക്ക് പോയ സമയത്ത് ഇത് സംസാരിക്കുന്നുണ്ട്. പല രാജ്യങ്ങളും ഇതിനകത്ത് ഇടപെടണം, ഏതാണ്ടൊക്കെ കോടതികൾ, ഈ അന്താരാഷ്ട്ര കോടതികളൊക്കെ ഇത് ശരിയല്ലെന്ന് പറഞ്ഞിട്ട് വിധി പറഞ്ഞു. നമ്മൾ പറഞ്ഞാൽ നമ്മൾ ആ കോടതിയെ പോലും അംഗീകരിക്കുന്നില്ല, പിന്നെ ആ കോടതി വിധി, ഈ അന്താരാഷ്ട്ര കോടതിയെ പോലും നമ്മൾ അംഗീകരിക്കുന്നില്ല, പിന്നെ ഈ കോടതി വിധി. അപ്പം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് പാകിസ്ഥാനും അറിയാം ഇന്ത്യയുമായിട്ട് അടിച്ചാൽ നേടാൻ പറ്റത്തില്ല. ഇപ്പം അതേ ലൈനിൽ കൊണ്ടുവന്ന് ബംഗ്ലാദേശിനെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പാകിസ്ഥാന് യുദ്ധം ചെയ്യേണ്ടി വരും. അതിനുള്ള കാരണം ഇന്ത്യയുടെ വികസനമാണ്, ഇന്ത്യയുടെ പുരോഗതിയാണ്. ഇതിനകത്ത് എപ്പോഴും എങ്ങനെയെന്നുള്ള ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടി ഉള്ള ഒരു കാൽക്കുലേഷൻ. അപ്പം ഇപ്പം തന്നെ ഞാൻ മുമ്പേ ഒരു ബ്ലോക്കിൽ പറഞ്ഞതുപോലെ ബ്രിട്ടനിൽ കഴിഞ്ഞ ദിവസം പീയൂഷ് ഗോയൽ പോയപ്പം
വ്യാപാര കരാർ എന്തുവായെന്ന് ചോദിച്ചപ്പോൾ അമേരിക്കയുടെ വ്യാപാര കരാർ എടുത്ത് നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയോജനമുള്ള രീതിയിൽ എപ്പോൾ ചർച്ചയാവുന്നോ, നമ്മൾ പറഞ്ഞതനുസരിച്ച് ചർച്ചയാവുന്നോ ആ രീതിയിൽ കരാർ ഉണ്ടാവുന്നെങ്കിൽ മാത്രം കരാറെന്നാണ് പറഞ്ഞത്. ആരുമായിട്ടുള്ള വ്യാപാര കരാറാണ്? ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും വലിയ കയറ്റുമതി നമ്മൾ നടത്തിക്കൊണ്ടിരുന്നതും അവൻ കയറ്റുമതി നമ്മുടെ ഇല്ലാതെ വന്നാൽ ഇന്ത്യ അങ്ങ് തകർന്നു പോകുമെന്ന് ഇന്ത്യക്കകത്ത് നിന്ന് പറഞ്ഞെടുത്ത മോദി അന്ന് മസിൽ പിടിച്ചപ്പോൾ നമ്മൾ മസിൽ പിടിച്ചത് മൈൻഡ് ചെയ്യാതെ നമ്മൾ ലോകം മൊത്തം വേറെ രാജ്യങ്ങളും ഇവൻ്റെ അകത്ത് നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും GCC രാജ്യങ്ങളുമായിട്ടും ഇവൻ്റെ അടുത്ത് കയറ്റി വിട്ടുകൊണ്ടിരുന്ന സാധനം കയറ്റി വിട്ട് അതിനെ മറികടന്ന് അവിടെ വിൽക്കാൻ പറ്റാത്ത സാധനം നമ്മൾ അവിടെ GST ഓപ്പറേറ്റ് ചെയ്ത് ഇവിടെ വിറ്റ് കാണിച്ചു കൊടുത്ത് അന്ന് ലോകത്ത് ചർച്ചയായതാണ് ഇന്ത്യൻ കമ്പോളത്തിൽ റെക്കോർഡ്. ഓർമ്മയുണ്ടല്ലോ, അന്ന് ആ താരിഫിനെ പൊളിച്ചു കൊടുത്തത്. ഇപ്പം അമേരിക്കക്കാരൻ പറയുന്നുണ്ട് ഇവിടെയും കൂടെ കൊണ്ട് വിറ്റോളാം. മനസ്സിലാവുന്നത്? അപ്പൊ ഇപ്പം ഈ വ്യാപാര കരാർ ഒപ്പിടത്തില്ലെങ്കിൽ ട്രംപിന് ഒരു രീതി അനുസരിച്ച് ട്രംപിന് പുള്ളി ചൊറിയുമല്ലോ. പുള്ളി ചൊറിയണമെങ്കിൽ നമ്മളോട് അങ്ങനെ ഡയറക്റ്റ് ചൊറിഞ്ഞാൽ ഒക്കത്തില്ലെന്നുള്ള കാര്യം പുള്ളിക്കറിയാം. അപ്പൊ ചൊറിയിക്കുന്ന ആൾ വേണമല്ലോ. ചൊറിയിക്കാൻ അല്ലെങ്കിൽ യുദ്ധം ചെയ്യിക്കാൻ നമ്മുടെ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്ന രാജ്യത്തിനകത്ത് വരുന്ന ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ നമ്മുടെ ശത്രു രാജ്യങ്ങൾ. പാകിസ്ഥാനെ കൊണ്ട് നടിപ്പിച്ചാൽ മതി. ആരെ കൊണ്ടടിച്ചാലും നമുക്ക് തിരിച്ചടിച്ചല്ലേ ഒക്കൂ. മാത്രവുമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾ ഒക്കെ അതിർത്തിയിൽ വളരെ കൃത്യമായിട്ട് പരിശോധന നടത്തിയിട്ട് അതിർത്തിയിൽ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ നീക്കത്തിനകത്ത് പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് യുദ്ധം ഇന്ത്യയുമായിട്ട് നടത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു തയ്യാറെടുപ്പ് പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പിറകിൽ നമ്മുടെ ശത്രു രാജ്യങ്ങൾ തന്നെയാണ്. ചൈനയ്ക്ക് താല്പര്യം ഉണ്ട് ആ കാര്യത്തിൽ, അമേരിക്കയ്ക്ക് താല്പര്യം ഉണ്ട് ആ കാര്യത്തിൽ. കാരണം ഇപ്പോഴത്തെ ഇന്ത്യയുടെ പോക്ക് തടയണമെങ്കിൽ ഇന്ത്യക്കകത്ത് യുദ്ധത്തിൽ കൂടി ഒരു പ്രതിസന്ധി ഉണ്ടാണ്. അതിനു വേണ്ടിയാ പാകിസ്ഥാൻ തവിട് പൊടിയായി പോകും. തായ്ത്താൻ ഇനി എന്തോ ആവാനാ, തവിട് പൊടിയായി പോകുമെന്ന് അറിയാം. അത് പാകിസ്ഥാനകത്തിരിക്കുന്ന ഈ ഹസീമുനീറിന് ഉൾപ്പെടെയുള്ള അറിയാം. ഹസീമുനീർ അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം സിന്ധുവിൻ്റെ ഓപ്പറേഷൻ വന്ന പെണ്ണുപിള്ളേം പിള്ളേരെയും എല്ലാം കൂടെ കൊണ്ട് ലണ്ടനിൽ വെച്ചിട്ട് ഇവൻ്റെ ഇൻവെസ്റ്റ്മെന്റ് മൊത്തം ലണ്ടനിലാണ്. ഇവൻ വന്ന് ബങ്കറിൽ കയറിയിരിക്കുകയാണ്. എല്ലാം തീർന്നു കഴിഞ്ഞ് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബങ്കറിൽ നിന്ന് ഇറങ്ങിയാണ്. പട്ടാള മേധാവിയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അവന് രാജ്യത്തെ കച്ചവടം ചെയ്യാൻ നിൽക്കുന്നവനാണ് ഈ അസീം മുനീർ. അപ്പൊ അവനെ വെച്ചിട്ട് ഒരു യുദ്ധം ഉണ്ടാക്കാനും ഒരു പ്രശ്നം ഉണ്ടാക്കാനും ആ യുദ്ധം നീണ്ടുപോയാൽ ഇന്ത്യയുടെ സാമ്പത്തികമായിട്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വളർച്ചയെയും തകർക്കാനും സ്ഥിരമായിട്ടുള്ള ഒരു GDP ഉണ്ടെന്ന് ലോകബാങ്ക് അംഗീകരിക്കുന്നിടത്ത് നിന്ന് അതിനെ മാറ്റം വരുത്താനും അല്ലെങ്കിൽ ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സം ചെയ്യുന്നതിനും വേണ്ടി നടക്കും. അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കും. അത് വളരെ കാലം കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതിനകത്ത് വന്ന വാർത്തയ്ക്കകത്ത് ഒരു കാര്യമുണ്ടോ എന്ന് ഇല്ലാതെ ഇല്ല. കാരണം യുദ്ധം പാകിസ്ഥാന് അറിയാൻ ജയിക്കത്തില്ലെങ്കിലും പക്ഷെ പാകിസ്ഥാൻ യുദ്ധം ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതിന് പുറകെ നിൽക്കാൻ ആളുണ്ട്. കാരണം നേരത്തെ ഈ പഹൽഗാമിൻ്റെ സമയത്തും ഇത് തന്നെയാണ് സംഭവിച്ചത്. പഹൽഗാമിൻ്റെ സമയത്തെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായി. പഹൽഗാമിൻ്റെ വിഷയത്തിനകത്ത് ഇന്ത്യ കയറി അടിക്കുമെന്ന് പാകിസ്ഥാൻ ഉറപ്പായിട്ട് മനസ്സിലായി. കാരണം നരേന്ദ്രമോദിയുടെ നിലപാട് അറിയാമായിരുന്നു. നരേന്ദ്രമോദിയുടെ ഒരു നിലപാട് കാണുമ്പോഴേ അറിയാം എന്തോ സംഭവിക്കുന്നു. അപ്പോൾ അതിന് ശേഷം നടന്ന 2 സർജിക്കൽ സ്ട്രൈക്കിനകത്തുനിന്ന് പാകിസ്ഥാൻ അറിയാം ഇന്ത്യ കയറി അടിച്ചാൽ അതിൻ്റെ ഗുണം. അപ്പോഴേ ഈ പലയിടത്തും ബന്ധപ്പെട്ടപ്പോൾ അമേരിക്ക ഉൾപ്പെടെ ഉള്ളവർ പാകിസ്ഥാൻ്റെ അടുത്ത് പറഞ്ഞ് നീ കയറിയടി ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അനുകൂലമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. ആരും പാകിസ്ഥാൻ അനുകൂലിച്ചില്ല. പക്ഷേ അമേരിക്ക ഉൾപ്പെടെ ഉള്ളവർ വിചാരിച്ചില്ല ഇന്ത്യയുടെ ഈ നീക്കം, ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ ഡ്രോണ് കൊടുത്ത തുർക്കി വിചാരിച്ച അല്ലെങ്കിൽ സഹായിക്കാൻ നിന്ന മിസൈൽ കൊടുത്തതും ആയുധങ്ങൾ കൊടുത്തതും പ്രതിരോധ സംവിധാനം ഒരുക്കി നിന്ന ചൈന വിചാരിച്ചില്ല ഇതിനെയെല്ലാം മറികടന്ന് യുദ്ധം ചെയ്ത് 4 ദിവസം കൊണ്ട് യുദ്ധം തീർത്ത് പോകുന്ന ഒരു ഇന്ത്യ അത്രയ്ക്ക് വലുതായിട്ടുണ്ടോ എന്ന് സംശയം ഉണ്ടായിരുന്നു. അത് മാറിക്കിട്ടി. കാരണം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനവും ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കവും ലോകത്തിന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴും ലോകം ഭയന്നുകൊണ്ടിരിക്കുക. ഇത്രയേ ഉള്ളോ, ഇനിയിപ്പുറം വല്ലതും ഉണ്ടോ? ഇന്ത്യ പഠിക്കാൻ പറ്റുന്നില്ല. കാരണം അമേരിക്ക പോലും ബ്രഹ്മോസിനെ ഭയക്കുക. അമേരിക്കയ്ക്ക് പേടിയ സാറേ ബ്രഹ്മോസിനെ. നമുക്ക് S-400 നമുക്ക് തരുന്നത് റഷ്യക്ക് യുക്രൈൻ S-400 മറികടന്ന് അവിടെ മിസൈൽ ഇടുക. ഈ S-400 ഇവിടെ ഇരുന്നിട്ട് ഒരു ചൈനക്കാരന്റെ ബ്രഹ്മോസിന് തുല്യമായിട്ടുള്ള അന്നത്തെ J-16 ആ മിസൈൽ നമ്മൾ ജീവനോടെ പിടിച്ചതാ. മറ്റവന്മാരുടെ തുർക്കിയുടെ ലോകത്ത് ഫ്രാൻസ് പേടിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം 380 എണ്ണം കൊടുത്ത് മൊത്തം അടിച്ച് ഇറങ്ങിയിട്ട് ആവശ്യമുള്ളതിന് നമ്മളന്ന് ജാം ചെയ്ത് പിടിച്ച അവൻ്റെ ടെക്നോളജി നമ്മൾ പിടിച്ച. അപ്പം ഇതേ രീതിയിലേക്കുള്ള സംവിധാനം ഇവൻ കൊടുത്തിരിക്കുന്ന പ്രതിരോധ സംവിധാനം മൊത്തം മറികടന്ന് നമ്മളെ എത്ര സൈനിക താവളങ്ങൾ അടിച്ച് ദൂരെ കടന്നേ. അമേരിക്ക നിയന്ത്രിച്ചുകൊണ്ടിരുന്ന സൈനിക താവളം വരെ നമ്മൾ അടിച്ചില്ലേ. അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഇന്ത്യക്കുണ്ട്. അപ്പം ഇന്ത്യയെ എങ്ങനെയും തളയ്ക്കണം.
ഈ നമ്മൾ പറയത്തില്ലേ ചില കാര്യം എങ്ങനെ വന്നാലും ഇവന് നേട്ടമാണ്. ഇപ്പം ഏറ്റവും അവസാനം പശ്ചിമേഷ്യൻ യുദ്ധം കഴിഞ്ഞപ്പോഴും ഇന്ത്യക്ക് നേട്ടമാണ്. ഇന്ത്യക്കകത്ത് ക്രൂഡ് ഓയിലിന് പകരം സംവിധാനം നോക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ മറ്റേ ഈ പെട്രോളിൻ്റെ കാര്യം വന്ന് അത് വികസിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മറ്റു പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പശ്ചിമ ബംഗാളിൽ ഇപ്പം സുവേന്ദു അധികാരി വന്നതോടുകൂടി അവിടുന്ന് പെട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയില്ലേ, 2011 അവർ തടസ്സം നിന്നത്. പിന്നെ മറ്റേ ഐലൻഡുകളിൽ നിന്ന് നമ്മൾ ഗ്യാസും പെട്രോളിയവും ഈ പ്രസന്റ് സമയത്ത് ദ്രുതഗതിയിൽ കൈകാര്യം ചെയ്ത് അതിൻ്റെയും ഏതാണ്ട് കാര്യങ്ങളിലേക്ക് വരും. അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ കോവിഡ് വന്നപ്പം ലോകത്ത് എല്ലാ രാജ്യങ്ങളും പുറകോട്ട് പോയപ്പോൾ ഇന്ത്യക്ക് അന്ന് പുരോഗതിയായി. ഇപ്പം ഏത് രാജ്യത്തും യുദ്ധത്തിന് ശേഷം നോക്കുമ്പം നാശമാവുണ്ടാകുന്നു. ഇന്ത്യക്ക് യുദ്ധം കഴിഞ്ഞപ്പോഴത്തേന് ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് വിലയായി. യുദ്ധത്തിന് ശേഷം ആ സമയത്തിനും GDP ഗ്രോത്തും ഈ വിദേശത്തിൻ്റെ വിദേശ നമ്മുടെ നാണയ സംവരണത്തിൻ്റെ ഒക്കെ റേറ്റും ഒക്കെ നോക്കുമ്പോൾ ഇന്ത്യക്ക് അന്നും കൂടുതൽ. അതിനുശേഷം നമ്മൾ ലോകത്ത് ഏറ്റവും വലിയ ശക്തിയായി, ഇന്ത്യൻ ആയുധങ്ങൾക്ക് വലിയ വിലയായി. ഫ്രാൻസിൽ നിന്ന് വരുന്നു, ഇവിടെ ഞങ്ങൾ നിർമ്മിച്ചോളാം, ഇന്ത്യയുടെ കൂടെ നിർമ്മിച്ചു. ജർമ്മനി പറയുന്ന കപ്പൽ നിങ്ങളുടെ അടുത്ത് വെച്ച് നിർമ്മിച്ചോളാം. റഷ്യ പറയുന്ന മൊത്തം ഇവിടെ കൊണ്ടുപോയി നിർമ്മിച്ചോളാം. ഇസ്രായേൽ പറയുന്നത് ഇനി അമേരിക്ക വേണ്ട, ഇന്ത്യ മതി. ഇതിൻ്റെ കാര്യങ്ങൾ പോവാം. അപ്പോൾ ഇതെങ്ങനെ നിർത്തണ്ടേ സാറേ? അപ്പം ഈ പറഞ്ഞ വാർത്തയ്ക്കകത്ത് അല്പം കാര്യമുണ്ട്. ആഗ്രഹം പാകിസ്ഥാൻ്റെ അല്ലെന്നേ ഉള്ളൂ, നമ്മുടെ ശത്രുരാജ്യങ്ങളുടെയൊക്കെ തന്നെയാണ്. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.